ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷതീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എവരെയും സ്വാഗതം ചെയ്യുന്നു. മകരക്കൂറിൽ ജനിച്ചവർക്ക് 2026 ജൂലൈ മാസത്തിൽ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ 16-ാം തീയതി വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകൻ രാശിയിലും സ്ഥിതി ചെയ്യും. ചൊവ്വ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ 7-ാം തീയതി വരെ കർക്കിടകൻ രാശിയിലും അതിനുശേഷം വക്രം പ്രാപിച്ച് മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യും. വ്യാഴം മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 4-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ ഈ കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം വളരെ അനുകൂലമാണ്. രോഗങ്ങൾ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും ഉള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ വേഗം ഇല്ലാതാവും. ശത്രുക്കളെ കൊണ്ട് ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തും ഇല്ലാതെയാവും. പല വിധത്തിൽ ദുഃഖങ്ങൾ അനുഭവിച്ചു വന്നിരുന്നവർക്ക് അതെല്ലാം വിട്ടുമാറി മനസ്സിന് വലിയ സന്തോഷം അനുഭവപ്പെടും. എന്നാൽ 16-ാം തീയതിക്ക് ശേഷം സൂര്യൻ 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി മൂലം മാർഗസഞ്ചാരം മൂലമുള്ള അലച്ചിലും ഉദരരോഗവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ പല ദയനീയമായ അനുഭവങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്നുവിട്ടേക്കാം. ചൊവ്വ ഈ കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലവും അനുകൂലമല്ല. ശത്രുക്കൾ നിമിത്തം ഭയം, അതുപോലെ രോഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം, സന്താനങ്ങളെ ഓർത്ത് ദുഃഖം, ഇതൊക്കെ 5-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അനുഭവപ്പെടുന്ന ചാരഫലങ്ങളാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുന്നത് നല്ലതാണ്. ബുധൻ ഈ കുറുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് 7-ാം തീയതി വരെ സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം കലഹവാസനയാണ്. മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും അതിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ അന്യരുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ 7-ാം തീയതിക്ക് ശേഷം 6-ാം ഭാവത്തിലേക്ക് മാറുന്ന ബുധൻ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുക. എല്ലാ കാര്യങ്ങളിലും വിജയം 6-ാം തീയതിക്ക് ശേഷം ഇവർക്ക് അനുഭവപ്പെടും. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യവും പൂർണ്ണ തോതിൽ വിജയിപ്പിക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. ആഗ്രഹിക്കുന്ന എല്ലാം ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയും. വളരെ കാലമായി ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും. വീട് വാങ്ങുവാനും വസ്തു വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും 6-ാം ഭാവത്തിലെ ബുധൻ ഈ കൂറുകാർക്ക് നൽകും. വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീർച്ചും ഇല്ലാതാവും. രോഗദുരിതങ്ങൾ അനുഭവിച്ച് വന്നവർക്ക് അതിൽ നിന്നെല്ലാം പെട്ടെന്ന് മോചിതരാകാൻ കഴിയും. മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തികച്ചും അനുകൂലമായ സമയമാണ്. കർമ്മരംഗത്ത് വലിയ പുരോഗതി അനുഭവപ്പെടും. 7-ാം ഭാവത്തിലാണ് ഈ കൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധിക്കും വാക്കിനും വലിയ നിപുണത അനുഭവപ്പെടുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാനും ഏത് കാര്യവും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ ജീവിതത്തിൽ വലിയ ഉയർച്ച അനുഭവപ്പെടും. സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് വ്യാഴത്തിന്റെ 7-ാം ഭാവസ്ഥിതി മൂലം അനുഭവപ്പെടുന്നതാണ്. ബുദ്ധിപരമായ മികവ് പ്രകടിപ്പിക്കുകയും തൊഴിൽ രംഗത്ത് കൂടുതൽ വിജയം നേടുകയും ചെയ്യും. വാക്കുകളുടെ നിപുണത മൂലം സഹപ്രവർത്തകരെയും മേലധികാരികളെയും പ്രീതി പിടിച്ചു വാങ്ങുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഏത് കാര്യവും വിജയകരമായി ഇവർക്ക് പൂർത്തിയാക്കാനുള്ള പ്രത്യേക ഒരു വൈഭവം ലഭിക്കുന്നതാണ്. വളരെ കാലമായി ജീവിതത്തിൽ നേടുവാൻ ആഗ്രഹിക്കുന്ന പലതും നേടിയെടുക്കുവാനുള്ള അവസരമാണ് ഈ കൂറുകാർക്ക് ജൂലൈ മാസത്തോടെ വന്നു ചേരുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും അർഹിക്കുന്ന രീതിയിലുള്ള സ്ഥലമാറ്റവും പ്രമോഷനും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കും. മെച്ചപ്പെട്ട ഒരു നേതൃസ്ഥാനത്തേക്ക് ഇവർക്ക് എത്തിച്ചേരുവാൻ കഴിയും. സാമ്പത്തികമായി കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു വന്നവർക്ക് അതെല്ലാം ഇല്ലാതായി സാമ്പത്തികമായ വലിയ പുരോഗതി അനുഭവപ്പെടും. വിവിധ മേഖലയിൽ നിന്നും സാമ്പത്തികമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. ശമ്പള ഇനത്തിലും വാടക ഇനത്തിലും മറ്റ് നിക്ഷേപ ഇനത്തിലുമൊക്കെ ഉള്ള വരുമാനം പതിവിൽ നിന്നും അധികമായി ലഭിക്കുന്നതാണ്.
സർക്കാർ ജീവനക്കാർക്കും മറ്റും കുടിശ്ശികകളോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കാൻ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഇപ്പോൾ തുടർന്ന് വരുന്ന തൊഴിൽ മേഖലയിൽ നിന്നും പുതിയ മേഖലയിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. 4-ാം തീയതി വരെ ശുക്രൻ ഈ കൂറുകാർക്ക് 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലം അനുകൂലമല്ല. സ്ത്രീകൾ മുഖാന്തരം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടും. പല രീതിയിലുള്ള ഉപദ്രവങ്ങളും സ്ത്രീകളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ 4-ാം തീയതിക്ക് ശേഷം 8-ാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രൻ വളരെയേറെ ഗുണഫലങ്ങൾ ഇവർക്ക് നൽകുന്നതുമാണ്. ദാമ്പത്യ സൗഖ്യം കൂടുതലായി 8-ാം ഭാവത്തിലെ ശുക്രൻ ഈ കൂറുകാർക്ക് നൽകും. ദമ്പതിമാർക്കിടയിൽ ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം നിലവിൽ വരും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൊക്കെ മാറി താമസിക്കേണ്ടി വന്നിരിക്കുന്ന ദമ്പതിമാർക്ക് അതെല്ലാം പരിഹരിച്ച് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം ഉണ്ടാകും. ഉദ്യോഗ ആവശ്യത്തിനും മറ്റും ദൂരദേശങ്ങളിൽ താമസിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിക്കുന്നതിനുള്ള അവസരവും വന്നു ചേരും. വിവാഹ ആലോചന നടക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. പുനർവിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും ഒക്കെ ധാരാളമായി വാങ്ങിക്കുവാനുള്ള അവസരമാണ് ഈ കൂറുകാർക്ക് വന്നിരുന്നത്. വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനും അത് അനുഭവിക്കാനുള്ള യോഗം ഈ കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ വന്നു ചേരും. ശനി ഈ കൂറുകാർക്ക് 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവത്തിലെ ശനിയുടെ ചാരഫലം ഏറെ ഗുണകരമാണ്. ആരോഗ്യപരമായ പുഷ്ടി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. എന്തെങ്കിലും രോഗദുരിതങ്ങൾ അനുഭവിച്ചു വന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം വിട്ടുമാറി മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയും. രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സ നടത്തി വന്നിരുന്നവർക്ക് അതൊക്കെ അവസാനിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും കഴിയും. അഭീഷ്ട കാര്യസിദ്ധിയും 3-ാം ഭാവത്തിലെ ശനിയുടെ ചാരഫലമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ കൂറുകാർക്ക് അവസരം ലഭിക്കും. വീട് വാങ്ങുവാനും വസ്തു വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. യുവതി യുവാക്കളെ സംബന്ധിച്ച് ആഗ്രഹത്തിനൊത്ത ഒരു തൊഴിൽ ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അനുകൂല സമയമാണ്. പ്രവേശന പരീക്ഷയും മറ്റും എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും കൂടുതൽ സന്തോഷം തരുന്ന അനുഭവങ്ങൾ വന്നു ചേരും. ധനധാന്യാദികളുടെ ലാഭവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികമായി വലിയ നേട്ടം വിവിധ മേഖലകളിലായിട്ട് ഇവർക്ക് അനുഭവപ്പെടും. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ അവരുടെ തൊഴിൽ മേഖലയിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. സഹോദരന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒക്കെ എന്നത്തേക്കാൾ ഉപരി സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഏത് കാര്യവും ഏറ്റെടുക്കുവാനും അത് പൂർത്തീകരിക്കാനുമുള്ള ആത്മധൈര്യം ഇവർക്ക് വന്നു ചേരും. എന്നാൽ രാഹു 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ കൂറുകാർക്ക് അനുകൂലമല്ല. സ്വജനങ്ങളുമായും കുടുംബാംഗങ്ങളുമായും ഒക്കെ കലഹം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള വിഷമങ്ങൾ വന്നു ചേരുമ്പോൾ തികഞ്ഞ ആത്മസംയമനത്തോടെ അതിനെയെല്ലാം നേരിടുവാൻ ശ്രമിക്കേണ്ടതാണ്. ദൂരദേശ ഗമനത്തിന് സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും മറ്റുള്ളവരോട് അസത്യങ്ങൾ പറയേണ്ടതായി വന്നേക്കാം. 8-ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നതിനാൽ ഒടിവ്, ചതവ് മുതലായവ ശരീരത്ത് ഉണ്ടാകുകയും അതിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ആയാസകരമായ തൊഴിൽ ചെയ്യുന്നവര് ശരീരത്ത് മുറിവോ ചതവോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസികമായ വലിയ പ്രയാസങ്ങൾ പല അവസരങ്ങളിലും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഹാദേവനെ ഭജിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാവും. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഭദ്രകാളിക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കും. 7-ാം തീയതി വരെ ബുധനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അവതാര വിഷ്ണുവിന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും. രാഹുവിന്റെയും കേതുവിന്റെയും അനിഷ്ട ഭാവസ്ഥിതി പോലുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ
നാഗദൈവങ്ങൾക്ക് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നതും ഗണപതിക്ക് കനകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോകുന്ന ഈ കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ജൂലൈ മാസത്തിൽ ലഭിക്കട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.